ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലാമ്പ് കറിയാണ്. ഒരു ലാമ്പിൻ്റെ ലെഗ് പീസ് മുഴുവനായിട്ട് കറി വെക്കുകയാണ്. നമുക്കിത് പച്ചവെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ട് വേവാൻ സമയമെടുക്കും. അതുകൊണ്ട് ഈ ചെറിയ പീസുകൾ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഈ കുറച്ചൊരു ഹാഫ് വെന്തതിന് ശേഷം ഈ ചെറിയ പീസ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊരു ഹാഫ് വേവായതിന് ശേഷം ഉള്ളി ഇടണം. കാരണം ഫസ്റ്റ് തന്നെ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കുറച്ച് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉള്ളി അതിന് മുകളിൽ കൂടെ ആയിട്ട് നമുക്ക് വിതറിയിടാം. ഒന്ന് നന്നായിട്ട് ഞെണ്ടിയിട്ടാൽ ഇത് നല്ല എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്ത് വേറെ ആയിട്ട് ഇങ്ങനെ നല്ല വൃത്തിക്ക് കിട്ടും നമുക്ക്. ഓണിയൻ ഒന്ന് ചിതറിയിട്ടതിന് ശേഷം നമുക്ക് ഈ പീസ് ഒന്ന് മറിച്ചിട്ടിട്ട് ഇതിലേക്ക് ഇനി കുറച്ച് ചില്ലി സോസ് ഒഴിക്കുക. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് സോൾട്ട് ഇടാം. ഇനി കുറച്ച് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും കൂടിയും ഇതിൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചില്ലി പൗഡർ ഇടുക. ടർമറിക് പൗഡർ കുറച്ചിടുക. ലെമൺ ജ്യൂസ് കുറച്ച് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. കൊറിയൻഡറും മിൻറ്റും കൂടിയും കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ചിതറിയിടുക. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ
എല്ലാം കൂടെ എടുത്തിട്ട് നേരെ ബ്രെഡിൻ്റെ മുകളിൽ വെക്കുക. ഇതിലുള്ള ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ വെച്ച നെയ്യിൻ്റെ പീസില്ലേ എടുത്ത് ഇവിടെ സൈഡിലേക്ക് വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മണി കണ്ടോ നമ്മൾ ഫുള്ള് വെള്ളം വെച്ചിരിക്കണം. അപ്പോൾ വറ്റിയിട്ട് നല്ല ഗ്രേവി ആയിട്ടുണ്ട്. വെള്ളം വെച്ച് എന്നിട്ട് ഈ മൂട്ട എടുത്തിട്ട് ഈ റൊട്ടിനെ ഒന്ന് റൊട്ടി എടുത്തിട്ട് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റംസാണ്. വളരെ മസാലയൊക്കെ കുറച്ചിട്ടത് കൊണ്ട് മട്ടൻ്റെ ചോയ നന്നായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക.